ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കോട്ടയം യൂണിയൻ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ പഠിതാവ് ഗിരിജമ്മ രാജേന്ദ്രനാണ് ഞാൻ. കോട്ടയം യൂണിയന്റെ കീഴില് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സൈബർ സേനയുടെ നിരന്തരമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചിങ്ങമാസം പുലർന്നപ്പോൾ മുതൽ ഈ ഒരു സംരംഭം നടക്കുന്നുണ്ട് തുടർച്ചയായി എല്ലാ ദിവസവും. ഇതില് ഇങ്ങനെ ഒരു കളമൊരുക്കിയ യൂണിയൻ ഭാരവാഹികൾക്കും സൈബർ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ മുന്നണി പോരാളികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൾ. ചിങ്ങമാസം പുലരുമ്പോൾ മുതൽ കേരളീയരുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടുകയാണ്. കാരണം നമ്മുടെ ദേശീയോത്സവമായ ഓണം ഈ മാസത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ കാണാൻ പഠിപ്പിച്ച, അധകൃതർന്ന് മറ്റുള്ളവർ മുദ്രകുത്തി ചവിട്ടി താഴ്ത്തപ്പെട്ടിരുന്ന ആളുകളെ മനുഷ്യരായി കാണുന്നതിന് അല്ലെങ്കിൽ മനുഷ്യരായി ഉയർത്തുന്നതിന് വേണ്ടി അവതരിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാര ദിനം ഈ മാസത്തിലെ ചതയത്തിലാണ്. അപ്പൊ അത് നമ്മള് ദേശീയോത്സവം തിരുവോണത്തിനെ കുറിച്ച് പറയുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെയും ആർഭാടത്തോടുകൂടിയും നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണിത്. ആ സന്തോഷമൊക്കെ മറ്റുള്ളവരിലും പകർത്തുന്നതിനും സന്തോഷത്തിൽ നമ്മൾ ആചരിച്ചു പോരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിച്ചു പോരുമ്പോൾ ഒരിക്കലും ആ സന്തോഷത്തിൽ നിന്ന് മറ്റ് തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ ഈശ്വരനെ കുറിച്ച് അറിഞ്ഞ് പ്രാർത്ഥനാ നിർഭരമായി ആഘോഷങ്ങൾ കൊണ്ടാടുന്നതിന് ഉള്ള ഒരു അവസരമായിട്ടാണ് സൈബർ സേന ഇതിനെ കാണുന്നത്. ഇതില് ആദ്യമായി എനിക്ക് ഒരവസരം തന്ന ഇതിന്റെ യൂണിയൻ ഭാരവാഹികൾക്കും സൈബർ സേനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ മുന്നണി പോരാളികൾക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ചിദംബരാഷ്ടകം എന്നുള്ളതാണ്. 1887 1897 ഇടയിലായി രചിക്കപ്പെട്ടതാണ് ഈ കൃതി എന്ന് പറയപ്പെടുന്നു. ഈ കൃതിയുടെ രചനയ്ക്ക് ഒരു പ്രത്യേക സംഭവമുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ വത്സല ശിഷ്യനായ ശിവലിംഗദാസ സ്വാമിയുടെ ആഗ്രഹപ്രകാരം ചിദംബരനാഥ ക്ഷേത്രം കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. ശിവലിംഗദാസ സ്വാമിയോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ചിദംബരത്തിലുള്ള ആ ചിദംബരനാഥനെ കാണണം, ആ ക്ഷേത്രം കാണണമെന്ന് ആവശ്യപ്പെട്ടു. കാണിക്കാം എന്ന് സ്വാമി പറയുകയും ചെയ്തു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞിട്ടും ഇതിനുള്ള അവസരം ഉണ്ടാകാതെ വന്നപ്പോൾ അച്ഛനോട് മക്കൾ പിണങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ അമ്മയോട് മക്കൾ പിണങ്ങുന്ന രീതിയിൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതുമായ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കുട്ടികൾ പിണക്കം കാണിക്കുന്നത് പോലെ ശിവലിംഗദാസ സ്വാമി അല്പം പിണക്കം കാണിച്ചു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ
സ്വാമി ശിവലിംഗദാസ സ്വാമിയെ കാണുന്നില്ല. ചോദിച്ചു വന്നപ്പോൾ പിണങ്ങിക്കിടക്കുകയാണ്. അച്ഛനോട് മക്കൾ പിണങ്ങുന്നത് പോലെ പിണങ്ങിക്കിടക്കുകയാണ്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടുന്ന് എന്നെ ചിദംബരനാഥ ക്ഷേത്രം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചായി, ഇതുവരെ എനിക്കത് കാണാൻ സാധിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞു. അപ്പോൾ തന്നെ ശിഷ്യന്മാരിൽ അതീവ താല്പര്യമുള്ള ഭഗവാൻ എന്ത് പറഞ്ഞു? ശിവലിംഗദാസ സ്വാമിയോട് പറഞ്ഞു, അപ്പൊ എന്റെ തമ്പി എന്റെ കയ്യിൽ കണ്ണടച്ചുകൊണ്ട് എന്റെ കയ്യിൽ ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വാമി അപ്രകാരം ചെയ്യുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ശിവലിംഗദാസ സ്വാമി തന്നെ അത്ഭുതപ്പെട്ടുപോയി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ താൻ നിൽക്കുന്നത് യഥാർത്ഥ ചിദംബരനാഥ ക്ഷേത്രത്തിലാണ്. ഒരു കുട്ടിയുടെ സന്തോഷത്തോടെ അവിടുന്ന് സ്വാമിയെ വിട്ടിട്ട് ആ ക്ഷേത്രത്തിന്റെ പണികളും ആ ക്ഷേത്ര സമുച്ചയവും കണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ഓടി നടന്നതൊക്കെ കണ്ടിട്ട് അവസാനം ഗുരുവിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ഈ ചിദംബരനാഥനെ സ്തുതിക്കുന്ന ഒരു കൃതി എഴുതി തരണം. അങ്ങനെ എഴുതിയതാണ് ചിദംബരാഷ്ടകം എന്ന ഈ കൃതി. നമുക്കറിയാം, ചിദംബരനാഥനെ സ്തുതിച്ചുകൊണ്ട് അഷ്ടകം 8 ശ്ലോകങ്ങളിലായി ചിദംബരനാഥനെ സ്തുതിക്കുന്നതായതുകൊണ്ടാണ് ഇതിനെ ചിദംബരാഷ്ടകം എന്ന് പറയുന്നത്. ഈ ചിദംബരാഷ്ടകം സാധാരണ നമുക്കറിയാം, അരുവിപ്പുറത്ത് 1888 ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഭഗവാൻ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം വളരെ അധികമായിട്ട് നടത്തുകയും ശിവപ്രതിഷ്ഠ തന്നെ പലയിടത്തും നടത്തുകയും ചെയ്തു. ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രം സ്ഥാപിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠയെ സ്തുതിച്ചുകൊണ്ട്, അതായത് ഭഗവാനും ഭക്തനും പരസ്പരം കണ്ടുകൊണ്ട് സ്തുതിക്കുന്ന രീതിയിലുള്ള കൃതികൾ അവർക്ക് എഴുതി കൊടുക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതുന്ന, അതായത് ഭക്തനും ഭഗവാനും നേരിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ എഴുതുന്ന കൃതികൾക്ക് അർച്ചാവതാര കൃതികൾ എന്നാണ് പറയുന്നത്. അങ്ങനെ പല കൃതികള് ഉണ്ട്. ഒന്ന് മണ്ണന്തല ദേവി സ്തോത്രമുണ്ട്, അതുപോലെ തന്നെ കോലതിരേശ സ്തവം, പിന്നെ നമ്മുടെ വിനായക അഷ്ടകം തുടങ്ങിയ കൃതികൾ. അങ്ങനെ പ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്ന കൃതി ആണ്. അങ്ങനെ എഴുതിയ ഈ കൃതി ചിദംബരനാഥനെ കുറിച്ച് ആണ്. ആ ചിദംബരം എന്ന് പറഞ്ഞാൽ സാധാരണ ശിവനെ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ടിരിക്കുന്നത് ശിവലിംഗമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചിദംബരനാഥ ക്ഷേത്രം എന്ന് പറയുന്നിടത്ത് നടരാജ വിഗ്രഹമാണ്. നടരാജന്റെ രൂപത്തിലുള്ള ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ നടരാജന്റെ രൂപത്തിന് അതിനെ പിന്നെ എന്താ, നടരാജനല്ലേ പിന്നെ ശിവലിംഗം എന്നാണല്ലോ എല്ലാ ലൈനിലും അവസാനം വരുന്നത് എന്ന് പറയുന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നാം. അപ്പൊ ഈ ചിദംബരനാഥൻ ചിത്തിന് എന്താ, അമ്പര എന്ന് പറഞ്ഞാൽ ആകാശം, ചിത്ത് അറിവ്, അതായത് അറിവാകുന്ന ആകാശം. അങ്ങനെ അറിവാകുന്ന ആകാശത്തിൽ തെളിഞ്ഞു കാണുന്ന ആ രൂപമായിട്ടാണ് ഈ ചിദംബരനാഥനെ ഭഗവാൻ സ്തുതിക്കുന്നത്. അവിടെ ചിദംബര അഷ്ടകത്തിൽ എല്ലാ ലൈനിലും അവസാനം വരുന്നത് ലിംഗം ലിംഗം ലിംഗം. ആ ലിംഗത്തിന്റെ രൂപത്തിൽ അഗ്നി ജ്വലിച്ചിരിക്കുന്നത് പോലെ ഭഗവാനെ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചിദംബരനാഥനെ കുറിച്ചാണ് ഇന്ന് നമ്മള് ഈ ചിദംബരാഷ്ടകത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഒരു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തന് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഭഗവാനിൽ ലയിച്ച് ചേരുക എന്നുള്ളതാണ്. ഗദ്യപ്രാർത്ഥനയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത്, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. അപ്പൊ അങ്ങനെ പരമപദം പ്രാപിക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തന്റെയും ലക്ഷ്യം. അതിനുതകുന്ന രീതിയിൽ ഈ 7 ശ്ലോകങ്ങളും
അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അല്ലെങ്കിൽ മനനം ചെയ്തുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഭക്തന് തീർച്ചയായിട്ടും ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള അവസരം ഉണ്ടാകും. മറ്റൊരു ദോഷവും അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് ഈ കൃതിയുടെ ഒരു പ്രത്യേകത. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചിദംബരാഷ്ടകം എന്ന കൃതിയിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം, ഓരോ കൃതി മുഴുവനും ഞാൻ ചൊല്ലുന്നില്ല, ഓരോ ശ്ലോകം ചൊല്ലി അതിന്റെ അർത്ഥവും പറഞ്ഞ്, അങ്ങനെ 8 കൃതികൾ, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത് തീർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോ ശ്ലോകം ചൊല്ലി അതിന്റെ ആശയം പറഞ്ഞു പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആദ്യത്തെ ശ്ലോകം, ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തൻഹൃദുപാദ് ചിദംബരലിംഗം. അപ്പൊ ഓരോ ലൈനിലും അവസാനം ലിംഗം 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 എന്നുള്ള വാക്കിന് സ്വരൂപം എന്നോ അടയാളം എന്നൊക്കെ ആണ് അർത്ഥമുള്ളത്. അപ്പൊ ഓരോ അവസാന വാക്കും ഓരോ ലൈനിന്റെയും അവസാന വാക്ക് അത് തന്നെ ആണ്. അങ്ങനെയുള്ള ആ ലിംഗം, ആ സ്വരൂപത്തെ ഞാൻ വന്ദിക്കുന്നു, ആ സ്വരൂപം എന്നെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ എന്താണ്? ബ്രഹ്മമുഖ അമര വന്ദിത ലിംഗം, ബ്രഹ്മമുഖം അമര വന്ദിത ലിംഗം ജന്മ ജര മരണ അന്തക ലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തൻമൃദുപാദ് ചിദംബര ലിംഗം. അപ്പൊ ഇതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പൊ എന്താണ്? ബ്രഹ്മമുഖ അമര വന്ദിത ലിംഗം, ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ അമരന്മാരാൽ അല്ലെങ്കിൽ മറ്റു ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന ലിംഗം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന ഈ 3, അതിനെ നമ്മൾ പറയുന്ന ത്രിമൂർത്തികൾ എന്നാണ്. ഈ ത്രിമൂർത്തികളുടെ ലക്ഷ്യം, അവരുടെ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് നമ്മുടെ പുരാണ സങ്കല്പം അനുസരിച്ച് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മാവിന് സൃഷ്ടിക്കുക, വിഷ്ണു അതിനെ സംരക്ഷിക്കുക, മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ അതിനെ സംഹരിക്കുക. അപ്പൊ അങ്ങനെ, അതായത് ഒരു മനുഷ്യന് ജനനമുണ്ടായാൽ അത് വളർന്ന് പല രൂപഭാവങ്ങളൊക്കെ മാറി കുറെ നാള് ജീവിച്ചു കഴിയും. ആ ജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ ആ ജീവിത ഉദ്ദേശം, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശിരസിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നീ എന്താകണമെന്നും നീ എന്ത് പ്രവർത്തിക്കണമെന്നും എപ്പോൾ തിരിച്ച് എന്നിലേക്ക് വരണമെന്നും ഒക്കെയുള്ള വര, തലേവര എന്ന് നമ്മൾ പറയും. ആ വര നമുക്കുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ വിടുകയല്ല. അപ്പൊ അങ്ങനെ അപ്പോൾ നമ്മളെ സ്വയം സ്വീകരിച്ചു കൊണ്ടുപോകുക, അതാണ് മഹാദേവന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ബ്രഹ്മമുഖ അമര വന്ദിത ലിംഗം, അമരന്മാർ, ദേവന്മാർ, ബ്രഹ്മാവ്, വിഷ്ണു, മറ്റു ദേവന്മാർ എന്നിവരാൽ വന്ദിക്കപ്പെടുന്ന ലിംഗം. അടുത്തത് ജന്മ ജര മരണ അന്തക ലിംഗം. ജന്മം, അതായത് നമ്മൾ ജനിക്കുന്നു, നമുക്ക് കുറെ പ്രായമായി കഴിയുമ്പോൾ ജര ബാധിക്കുന്നു അല്ലെങ്കിൽ നര ബാധിക്കുന്നു, അതിനുശേഷം നമുക്ക് മരണം ഉണ്ടാകുന്നു. എന്നാൽ തന്റെ ആ മരണം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളെ ഉന്മൂലനം ചെയ്തിട്ട്, അതായത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് മാത്രമാണ് ഒരു അന്ത്യം വരുന്നത്, അല്ലാതെ നമ്മൾ എന്നുള്ള ഒരു ഇതില്ലാതെ വരുന്നില്ല. ആത്മാവിനെ ഭഗവാൻ, നമ്മുടെ ആത്മാവ് ഭഗവാനിലേക്ക് ചെന്ന് ചേരുകയാണ്. അപ്പൊ അവിടെ ആ മരണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന മരണാന്തക ലിംഗം എന്ന്, മരണത്തിനും അന്തകൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കഥ കൂടിയുണ്ട്. അത് നമുക്ക് അറിയാവുന്നതാണ്. മാർക്കണ്ഡേയന് 16 വയസ്സ് പ്രായമായപ്പോൾ കാലൻ തന്റെ കാലപാശവും ഏന്തി ഈ പോത്തിന്റെ പുറത്ത് കാലപാശവും ഇങ്ങനെ വീശി വീശി നടക്കുകയാണ്. ആശാന്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാല് 1 മിനിറ്റ് മുമ്പെയോ 1 മിനിറ്റ് പിൻപെയോ ആരെയും സ്വീകരിക്കില്ല. ഈ ജന്മസമയത്ത് അല്ലെങ്കിൽ ഇവൻ എത്ര വയസ്സ് വരെ, എത്ര മിനിറ്റ് വരെ, എങ്ങനെ ഏത് സമയം വരെ ജീവിക്കണമെന്നാണോ വരച്ചിരിക്കുന്നത്, ആ സമയം തീരുന്നത് വരെ ഇങ്ങനെ പുറത്തു നിൽക്കും. സമയം തീർന്നു കഴിഞ്ഞാൽ ഈ കയറ്, നമ്മുടെ വിശ്വാസമാണത്, കയറ് ആ ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് കൂട്ടി എടുത്തു കൊണ്ടുവന്ന് പോത്തിന്റെ പുറത്ത് വെച്ചുകൊണ്ട് യമലോകത്തേക്ക് പോകുന്നു എന്നൊരു വിശ്വാസം ഉണ്ട്. എന്നാൽ മാർക്കണ്ഡേയനെ സംബന്ധിച്ച്
16 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജനിച്ച ഒരു പുത്രനായിരുന്നു മാർക്കണ്ഡേയന്റെ. 16 വയസ്സായപ്പോൾ ശിവഭക്തനായ മാർക്കണ്ഡേയന് 16 വയസ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമായി. കാര്യം മകൻ ഞങ്ങളെ വിട്ടുപിരിയാൻ നേരമായി, കാലമായി. അതൊരു മാതാപിതാക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും പറയുന്ന നമുക്ക് കേൾക്കാം, ഭഗവാനെ നിനക്ക് ഏതെങ്കിലും ഒരു ജീവൻ മതിയെങ്കിൽ എന്നെ എടുത്തോളൂ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തിരിച്ചു തരൂ. അവന് ജീവിതം ഒന്നും ആയിട്ടില്ല, അവൻ ഇനിയും ജീവിക്കാനുണ്ട്, ഞാൻ ജീവിതം മുഴുവൻ കണ്ടു കഴിഞ്ഞവനാണ്, എന്നെ എടുത്തുകൊണ്ട് എന്റെ കുഞ്ഞിനെ തിരിച്ചിങ്ങ് തരൂ എന്ന് പറഞ്ഞാൽ ഏതമ്മയാണേലും അച്ഛനാണേലും പ്രാർത്ഥിച്ചാലും യമധർമ്മന്, ധർമ്മത്തിൽ നിന്ന് അണുവിട വിട്ട് മാറാത്ത ആള്, സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ നടത്തുന്ന ആ കാലൻ ഒരിക്കലും, യമദേവൻ ഒരിക്കലും ഈ ആരാണോ മരിക്കേണ്ടത് ആ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾക്ക് തിരിച്ച് കൊടുക്കുകയല്ല. എന്ത് ചെയ്യും? സമയമായവനെ തിരിച്ച് കൊണ്ടുപോകും. എന്നാൽ മാർക്കണ്ഡേയൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഓം നമ ശിവായ എന്ന ആ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് എന്തു ചെയ്യുന്നു? ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നു. ഇതൊന്ന് യമദേവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് ചെയ്യുന്നു? അവന്റെ മേഘത്ത്, മാർക്കണ്ഡേയന്റെ മേഘത്ത് തന്നെ വീഴാൻ വേണ്ടി കയറയച്ചെങ്കിലും അത് ശിവലിംഗത്തിലൂടെയാണ് പതിച്ചത്. പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? ശിവലിംഗത്തെ, അതായത് പരമപൊരുളിനെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച ആ യമദേവനെ പെട്ടെന്ന് തന്റെ തൃക്കണ്ണ് തുറന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു സൂചനയായിട്ടാണ് നമ്മള് ചെറിയ ക്ലാസ്സിൽ കാലനില്ലാത്ത കാലമെന്നും പറഞ്ഞ് മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛന്റെ മുതുമുത്തച്ഛൻ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാലനില്ലാതായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം അവിടെ കാലനെ കൂടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജന്മജര മരണാന്തക ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി കർമ്മ നിവാരണ കൗശല ലിംഗം എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം എന്ത് ചെയ്യണം? ആ കർമ്മങ്ങൾക്കൊക്കെ ഒരു നിവാരണം ഉണ്ടാക്കിയിട്ട്, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട്, ആ അതിലെ ദുഷ്ടതകളും നന്മയും തിന്മയും ഒക്കെ തിരിച്ച് അറിഞ്ഞിട്ട് അതിനെല്ലാം ജീവിതം ഒരു കുശലത നിറഞ്ഞതാക്കി കൊടുക്കുന്ന ആ ലിംഗം, ആ ലിംഗം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കാണേണ്ടത് ഭഗവാനെ ആണ്. ആ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യാണ്? കർമ്മ നിവാരണ കൗശല ലിംഗം തൻ മൃദുപാദ് ചിദംബരലിംഗം. ആ ചിദംബരനാഥൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആ ചിദംബരനാഥൻ തന്നെ മൃദുവായി നമ്മളെ മൃദുവായി സംരക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക്. അതിന് കുറെ കൂടെ വിവരണങ്ങളൊക്കെ കൊടുക്കാനുണ്ട്, പക്ഷെ അതിപ്പോൾ എല്ലാം കൂടെ പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. കൽപകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഇത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണെന്ന് നോക്കാം. കൽപകമൂല പ്രതിഷ്ഠിതലിംഗം. എന്താണ് കൽപകമൂലം? കൽപക വൃക്ഷത്തിന്റെ വേര് അല്ലെങ്കിൽ അതിന്റെ ചുവട്. കൽപക വൃക്ഷം എന്ന് പറയുന്നത് ദേവലോകത്തുള്ള എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കഴിവുള്ള, എന്ത് തന്നെയാണെങ്കിലും ദാനം ചെയ്യാൻ കഴിവുള്ള ഒരു വൃക്ഷമായിട്ടാണ് സങ്കല്പിക്കുന്നത്. പണ്ട്, ഇന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കേരളം, ആ കേരളത്തിന് ഈ പേര് വന്നതുകൊണ്ട് തന്നെ കേരം തിങ്ങി നിറയുന്നത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ കേരത്തിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. അതുപോലെ ഈ അന്നാലും നമ്മൾ ആ കൽപ്പകവൃക്ഷം, കേരളത്തിന്റെ കൽപ്പകവൃക്ഷമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് തെങ്ങിനെയാണ്. ഈ കൽപ്പകവൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി അല്ലെങ്കിൽ ദേവന്മാരുടെ ലോകത്തുള്ളതായതുകൊണ്ട് ദേവന്മാരായിരിക്കുമല്ലോ ചെന്ന് ചോദിക്കുന്നത്, അവരെന്ത് ചോദിച്ചാലും അത് ദാനം ചെയ്യാനുള്ള കഴിവ് ഉള്ള ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ തന്നെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന്റെ മൂലമായി വർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശിവനാണ് ദേവന്മാരെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓടി ഭഗവാന്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. നമുക്കറിയാം, പല
ഈ വധവും നടത്തിയിരിക്കുന്നത്. അസുരന്മാരെ വധിക്കുന്നതിന് ശിവഭഗവാൻ തന്നെയാണ് ദേവന്മാരെ സഹായിച്ചിരിക്കുന്നത്. അങ്ങനെ കൽപ്പകമൂലത്തില് പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ ലിംഗം, പിന്നെയോ ദർപ്പക നാശ യുധിഷ്ഠിര ലിംഗം. ആരാണ് ഈ ദർപ്പകൻ എന്ന് പറയുന്നത്? ആരാ? കാമദേവനാണ്. കാമദേവൻ. ആരാണ് കാമദേവൻ? നമുക്ക് ഇങ്ങനെ വേറെ കക്ഷിക്ക് പണിയൊന്നുമില്ല. ഓരോ വ്യക്തിയിലും അനുരാഗം സൃഷ്ടിക്കുക, പൂവമ്പുകൾ എഴുതിട്ട് അനുരാഗം സൃഷ്ടിക്കുക, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർമ്മം. വേറെ കർമ്മമൊന്നും ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിലനിർത്തി പോകണമെങ്കിൽ അടുത്ത തലമുറകൾ ഉണ്ടാകണം. അങ്ങനെ അടുത്ത തലമുറകൾ ഉണ്ടാകണമെങ്കിൽ ഈ പൂവമ്പന്റെ പൂവ് ചെന്നിട്ട് ഓരോ മനസ്സിലും, ശരീരത്തേക്ക് പതിക്കുന്ന അവരുടെ മനസ്സിലാണ് വരുന്നത്. അങ്ങനെ മനസ്സിലും എന്തുണ്ടാകണം? പ്രേമം ഉണ്ടാകണം, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാകണം, പരസ്പര അനുരാഗം ഉണ്ടാകണം. അങ്ങനെ ഒരു ദിവസം എല്ലാവരിലും ഇങ്ങനെ പ്രേമം ചൊരിഞ്ഞിട്ട് ഭഗവാന്റെ അടുക്കലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. എന്താ ചെയ്തത്? നമുക്കറിയാം, ശ്രീ പാർവതി ദേവി, അതിനു മുമ്പ് ശിവഭഗവാൻ സതീദേവിയുടെ വിയോഗത്തിന് ദുഃഖം സഹിക്കവയ്യാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭൂമി അങ്ങനെ ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. ആ കലി ബാധിച്ച ആ ദേഷ്യം ബാധിച്ച ഒരു രീതിയിൽ ലോകം മുഴുവനും സഞ്ചരിക്കുക. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ ഒന്നും ഭഗവാന് നോട്ടമില്ല. അങ്ങനെ ദുഃഖം സഹിക്കവയ്യാതെ ലോകം മുഴുവനും സഞ്ചരിച്ച ഹിമവാന്റെ സാനുക്കളിൽ വരുന്നുണ്ട്. അവിടെ അപ്പോൾ ഹിമവാൻ ഒരു ഹൈമവതി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറയുന്നത് പാർവതി ദേവി, അങ്ങനെ ഒരു മകളുണ്ടായി. ആ മകൾ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് വേണമല്ലോ, ശിവനും ശക്തിയും കൂടെ കൂടിയെങ്കിൽ മാത്രമേ ശിവന് പോലും കഴിവുണ്ടാവുന്നുള്ളൂ, ശക്തി ഉണ്ടാവുന്നുള്ളൂ. ശക്തി ഇല്ലാതെ ശിവന് യാതൊരു കഴിവും ഇല്ല. അപ്പൊ അങ്ങനെ ഈ ശിവനും ശക്തിയും കൂടെ ലയിച്ചെങ്കിൽ മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇനി വരുന്ന അസുരന്മാരുടെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അസുരന്മാരുടെ താണ്ഡവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ദേവന്മാരെയും എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇനി എന്ത് ചെയ്യണം? അവരെ മനുഷ്യർക്കാർക്കും കൊല്ലാൻ പറ്റത്തില്ലെന്നൊരു വരവും നരകാസുരൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ ഗർഭിലാണ് ഇങ്ങനെ നാശവും. ദേവലോകമൊക്കെ മുഴുവൻ അവരുടെ അധീനതയെ, കൽപ്പവൃക്ഷത്തെ, അവരുടെ കാമധേനുവിനെയൊക്കെ, ധേനുവിനെയൊക്കെ അവിടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ വളരെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ പാർവതി ദേവിയുടെ ജന്മം കഴിഞ്ഞു. അവിടെ ശിവൻ ഹിമാലയത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ പാർവതി ദേവി ഹിമാലയത്തിൽ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കണം. അതിനുവേണ്ടി തപസ് ചെയ്ത് വർഷങ്ങളായി, കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടും ശിവഭഗവാൻ തന്നില് ഒരു അനുരാഗവും ഉണ്ടാകുന്നില്ല. പാർവതി ദേവിക്ക് ഭയങ്കര വിഷമമായി കഴിഞ്ഞപ്പോൾ പാർവതി ദേവിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മഹാദേവൻ, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവന്റെ മാറിലേക്ക് ഒരു പൂവമ്പ് അയക്കുകയാണ് കാമദേവൻ. കാമദേവന്റെ പൂവമ്പേറ്റ ഭഗവാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? കാമദേവൻ ഇങ്ങനെ വില്ലും വലിച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് തൊടുത്തുവിട്ട ചാപമാണ് ഭഗവാന്റെ മാറില് പതിച്ചിരിക്കുന്നത്. ആ ഒരു നിമിഷം തന്നെ തൃക്കണ്ണ് തുറന്ന്, നമുക്കറിയാം ഭഗവാന് നെറ്റിയില് ഒരു തൃക്കണ്ണ്, ഫാലാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ കണ്ണ് ജ്ഞാനക്കണ്ണ് തന്നെയാണ്. ആ കണ്ണ് തുറന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ ദർപ്പകനെ വധിക്കുകയാണ് ചെയ്യുന്നത്. ദർപ്പകൻ കാമദേവനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു കാരണമുണ്ട്. ശിവപാർവതി സംയോഗം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റ് ബാഹ്യമായിട്ടുള്ള ശക്തിയുടെ പ്രേരണ കൊണ്ട് ഉണ്ടാകേണ്ടതല്ല. അത് അല്ലാതെ തന്നെ നൈസർഗികമായിട്ടുണ്ടാകേണ്ടത്, മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നടക്കേണ്ടതല്ല ശിവപാർവതി സംയോഗം എന്ന് പറയുന്നത്. അപ്പൊ അനാവശ്യമായിട്ട് കാമദേവൻ ഇടപെട്ടതിന്റെ ആ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി തൃക്കണ്ണ് തുറന്ന് ആ തൃക്കണ്ണിൽ നിന്നുള്ള ജ്ഞാനാഗ്നി കൊണ്ടാണ് അവന് ജ്ഞാനം പകരുകയാണ്. അവന്റെ ഇപ്പോഴത്തെ രൂപമാണ് മാറ്റിക്കളയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കണ്ണു തുറന്ന് കാമദേവനെ ദഹിപ്പിച്ച് അനങ്കനാക്കി മാറ്റി. അതാണ് കാമനെ അനങ്കൻ എന്ന് വിളിക്കുന്നത്. അതാണ് അവിടെ ദർപ്പക നാശ യുധിഷ്ഠിരൻ, ദർപ്പകനുമായിട്ട് യുദ്ധം ചെയ്യുന്നൊരു സ്ഥായിയായിട്ട് നിന്ന് ദർപ്പകനെ നശിപ്പിച്ചു. അതിന്റെ ആവശ്യമൊന്നും യുദ്ധം ചെയ്യുന്ന ഒരു സംഭവമൊന്നുമല്ല. തൃക്കണ്ണ് തുറന്നുകൊണ്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദർപ്പകനാശ
യുധിഷ്ഠിരലിംഗം. യുധിഷ്ഠിര എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സ്ഥിരനായിട്ട് നിൽക്കുക, ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ഒരു ചലനവും ഇല്ലാതെ നിന്നുകൊണ്ട്. നമ്മുടെ നടരാജ വിഗ്രഹം തന്നെ നമുക്കറിയാം, ആ നൃത്തം അല്ലെ, ആ നൃത്തത്തിന്റെ പ്രത്യേകത എന്താ? തുടങ്ങിക്കഴിഞ്ഞാല് പ്രപഞ്ചം മുഴുവനും ഒന്ന് കുലുങ്ങുന്ന രീതിയിലുള്ള നൃത്തമാണ്. അതിപ്പോ അവിടെ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്നത് പോലെ ഇവിടെ ദേഷ്യം വന്നിട്ട് ആ ദർപ്പകനെ നശിപ്പിക്കുക എന്ന രൂപമാണ്. കുപ്രകൃതി പ്രകരാന്തക ലിംഗം. കുപ്രകൃതികൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അസുരന്മാരെയാണ്. അപ്പൊ ധാരകാസുരനെ വധിച്ചതും അതുപോലെ തന്നെ ഭദ്രകാളിയെ സൃഷ്ടിച്ചതും ഒക്കെ നമ്മുടെ ജടയിൽ നിന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചതൊക്കെ നമുക്ക് അറിയാം. ഭഗവാന്റെ ജടയിൽ നിന്ന്, നമ്മുടെ ജടയിൽ നിന്ന് ഭഗവാന്റെ ജടയിൽ നിന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഈ അസുരന്മാരുടെ അഹങ്കാരം അല്ലെങ്കിൽ ഗർവിനെ നശിപ്പിക്കുന്ന ആ ലിംഗം. എങ്ങനെയുള്ള ലിംഗം? എന്ത് ചെയ്യാണ്? തന്റെ നേരെ ആവശ്യമില്ലാതെ, അതായത് നമുക്ക് മനുഷ്യരെ നമുക്ക് അതിനകത്തൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അകാര്യമായിട്ട് ഇടപെടാതിരിക്കുക, അത് നമുക്ക് തന്നെ നാശം വരുത്തും എന്നൊരു ഗുണപാഠം നമുക്ക് ഈ ശ്ലോകത്തിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നതാണ്? കൽപ്പകമൂല പ്രതിഷ്ഠിതമായിട്ടുള്ള, അതുപോലെ തന്നെ ദർപ്പകനാശ യുധിഷ്ഠിരമായിട്ടുള്ള, കുപ്രകൃതി പ്രകരാന്തകമായിട്ടുള്ള ആ ശിവലിംഗം. അപ്പൊ മൂന്നാമത്തെ ലൈൻ കഴിഞ്ഞ 3 ലൈനുകളാണ് വേറെ വേറെ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ പദ്യത്തിലും. 4-മത്തത് അങ്ങനെയുള്ള ആ ശിവലിംഗം അല്ലെങ്കിൽ ആ ലിംഗം നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്നതാണ് അവസാനത്തെ ലൈൻ എന്ന് പറയുന്നത്. 3 ലൈൻ പഠിച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റാൻസ, ഒരു ശ്ലോകം നമ്മൾ പഠിച്ച് കഴിയും. അപ്പൊ അങ്ങനെ കുപ്രകൃതി പ്രകാരം അത് 2-മത്തെ ശ്ലോകം അത് അവസാനിക്കുകയാണ്. ഇനി അടുത്തത് 3-മത്തെ ശ്ലോകമാണ്. സ്കന്ദഗണേശ്വര കൽപ്പിത ലിംഗം കിന്നര ചാരണ ഗായക ലിംഗം പന്നകഭൂഷണ പാവന ലിംഗം തൻഹൃദു പാതു ചിദംബര ലിംഗം. ആ 3 ലൈനിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ തൻഹൃദ് പാതു ചിദംബരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചിദംബര ലിംഗം നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അടുത്ത ലൈനില്? സ്കന്ദ ഗണേശ്വര കൽപ്പിത ലിംഗം. സ്കന്ദനും ഗണേശ്വരനും കൽപ്പിതമായിട്ടുള്ള ലിംഗം. സ്കന്ദൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന് സ്കന്ദൻ എന്ന് പേര് വരാൻ കാരണം ദേവലോകത്തിന്റെ സൈന്യാധിപനാണ്. ദേവലോക സൈന്യാധിപനായതുകൊണ്ടാണ് സ്കന്ദൻ എന്ന് സുബ്രഹ്മണ്യനൊരു പേര് വന്നിരിക്കുന്നത്. അപ്പൊ ദേവലോകത്തെ എല്ലാവരെയും സംരക്ഷിക്കുന്നു. സ്കന്ദ ഗണേശ്വരൻ, ഗണങ്ങൾക്കെല്ലാം സർവചരാചരങ്ങൾക്കും സർവജീവജാലങ്ങൾക്കും ഈശ്വരനായ ഗണപതി. ഈ ജ്ഞാനത്തിന്റെ സുബ്രഹ്മണ്യന് എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, അതായത് ബ്രാഹ്മണത്തിൽ ചരിക്കുന്നവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൽ അല്ലെങ്കിൽ അറിവിൽ ജ്ഞാനത്തിൽ ചരിക്കുന്നവൻ, ജ്ഞാന ഈശ്വരൻ എന്ന് തന്നെ നമുക്ക് പറയാം. ജ്ഞാനത്തിന്റെ നിറകുടമാണ്. അപ്പൊ ഈ ജ്ഞാനം ഗണേശൻ എന്ത് ചെയ്യുകയാണ്? മറ്റു സകല ജീവജാലങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്ന ആളാണ്. ഗണങ്ങളുടെ എല്ലാം ഈശ്വരനാണ്. ഗണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യഗണം മാത്രമല്ല, സർവചരാചരങ്ങളുടെയും ഈശ്വരനായ വിനായകൻ. ഇവര് രണ്ടും നമുക്കറിയാം ആരുടെ മക്കളാണ്? ശിവഭഗവാന്റെ മക്കളാണ്. അവിടെ ഇവര് രണ്ടുപേരും, അതായത് സ്കന്ദനും ഗണേശനും ശിവഭഗവാനെ തന്നെയാണ് നിരന്തരം പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമുക്കൊരു ഗുണപാഠം കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ കൺകണ്ട ദൈവം. അവരെ വന്ദിച്ചിട്ട് ഏത് കാര്യത്തിന് പോയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തന്നെ സാധിക്കും. അപ്പൊ ആ ഈശ്വരൻ, ഇന്നത്തെ ലോകത്തിന്റെ ഒരവസ്ഥ നമുക്കറിയാം. പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളോട് സ്വീകരിക്കുന്ന എല്ലാവരുമല്ല എങ്കിലും കുറെ ആളുകളെങ്കിലും വരുമ്പോൾ നമ്മൾ ഈ അരിയൊക്കെ വെന്തോന്ന് നോക്കുന്നത് എന്താ, സാമ്പിളിംഗ് എന്ന് പറയാം. ആ സാമ്പിളിംഗ് പോലെയാണ് കുറെ പേര് കൊണ്ടുവന്ന് ഇതുപോലെ കാണിച്ച് വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുവന്നായിരിക്കും അവരെ പീഡിപ്പിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക പോലും വേണ്ട. അപ്പൊ അങ്ങനെയല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈശ്വരൻ അവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലൈൻ നമുക്ക് ഉപകരിക്കണം. അത് ഉപകരിച്ചേ
തീരൂ. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ സ്കന്ദനും ഗണേശനും എന്ത് ചെയ്യാണ്? അവരുടെ കൽപ്പിത രൂപമാണ് എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ പുത്രന്മാരാണ്. ആ പുത്രന്മാരുടെ അംശം എന്ന് പറയുന്നപ്പോഴത്തേക്ക് ഭഗവാൻ തന്നെയാണ് ഇവർ രണ്ടുപേരും ഭഗവാന്റെ അംശങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഭഗവാനെ സ്തുതിക്കുകയാണ്, പൂജിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സ്കന്ദനും ഗണേശനും പൂജിക്കുന്ന കിന്നര ചാരണ ഗായക ലിംഗം. കിന്നരന്മാരും ചാരണന്മാരും അതുപോലെ ഗന്ധർവന്മാരും. നമുക്കറിയാം, നമ്മൾ പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാജാവിനെയും രാജഭരണത്തെയും സ്തുതിച്ചു പാടുന്നതിന് വേണ്ടി സ്തുതി പാഠകർ ഉണ്ടായിരുന്നു. അതുപോലെ ദേവലോകത്തിലെ ദേവേന്ദ്രനെയും ദേവലോകത്തെയും സ്തുതിച്ച് പാടുന്നവരാണ് കിന്നരന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര് എന്നിവര്. ഈ കിന്നരന്മാരും ചാരണന്മാരും മറ്റേ ഗന്ധർവന്മാരും ഒക്കെ ഭഗവാനെ സ്തുതിക്കുന്നു, ശിവഭഗവാനെ സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. കാര്യം എന്താണ്? ഈ സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ സത്യസ്വരൂപന്റെ ഒരു ലീലയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ജനങ്ങളെ സംരക്ഷിക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സ്തുതിക്കാതെ, ഭഗവാനെ സ്തുതിക്കാതെ കിന്നരന്മാർക്കോ ചാരണന്മാർക്കോ ഒന്നും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അവരാൽ സ്തുതിക്കപ്പെടുന്ന ലിംഗം കിന്നര ചാരണ ഗായക ലിംഗം എന്ന് പറയുന്നത്. ഇനിയോ പന്നകഭൂഷണ പാവന ലിംഗം. എന്താണ്? പന്നകത്തെ, പാമ്പിനെ വാസുകിയെ തന്റെ കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പന്നകഭൂഷണ പാവന ലിംഗം. നമ്മൾ നോക്കുമ്പോൾ ജടയിൽ ഒരു പാമ്പിനെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, ജട ചുറ്റി വെച്ചിരിക്കും. നമ്മൾ പണ്ട് ഉള്ളൊരു റിബൺ കെട്ടുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിന് ഒരു കെട്ടായിട്ട് വർത്തിക്കുന്നത് പാമ്പാണ്. കഴുത്തിൽ ആഭരണമായിട്ട് വർത്തിക്കുന്നത് പാമ്പാണ്. അതുപോലെ തന്നെ കയ്യിലും കാലിലും എല്ലാം ഈ പന്നകങ്ങളെയാണ് ഭഗവാൻ ആഭരണമാക്കി വെച്ചിരിക്കുന്നത്. പന്നകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പാമ്പെന്ന് പറയുന്നത് കാലത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാലത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ദുഷ്ടതയുടെ ഒരു പ്രതീകമായിട്ടും ഈ പാമ്പിനെ കണക്കാക്കും. അപ്പൊ അങ്ങനെ പന്നകങ്ങളാൽ ഭൂഷിതമായിട്ടുള്ള, അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ലിംഗം, ആ ലിംഗത്തെയും അതുപോലെ എന്ത് ചെയ്യണം? പന്നകഭൂഷണ പാവന ലിംഗം. ഈ 3 ലൈന്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെയുള്ള, അതായത് ഗണേശനും സുബ്രഹ്മണ്യനും പൂജിക്കുന്ന, പിന്നെയോ കിന്നര ചാരണ ഗായകന്മാര് പാടി സ്തുതിക്കുന്ന, പന്നകങ്ങളെ ആഭരണമാക്കി ഇരിക്കുന്ന ആ ഭഗവാൻ, നമ്മളെ ചിദംബരനാഥനായ ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ് 3ാമത്തെ ശ്ലോകം. ഇനി അടുത്ത 4ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സാംബ സദാ ശിവ ശങ്കരലിംഗം കാമ്യവര പ്രദ കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തൻമൃദു പാതു ചിദംബരലിംഗം. എന്താണ് അവിടെ പറയുന്നത്? സാംബ സദാശിവ ശങ്കര ലിംഗം. സാംബ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അമ്പയോടൊപ്പം വസിക്കുന്നവൻ, അമ്പയെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന, അമ്മയെ വിട്ടുപിരിയാതിരിക്കുന്ന പിതാവ്. അതാരാണ്? ശിവനാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അർദ്ധനാരീശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത്. പകുതി ഭാഗം ശിവനും പകുതി ഭാഗം പാർവതിയുമായിട്ട് ഉൾക്കൊള്ളുന്ന ആ രൂപമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സാംബ എന്ന് പറയുന്നത്. സാംബ സദാശിവൻ, സദാ മംഗളരൂപി ആയിരിക്കുന്നവൻ. സദാശിവൻ എന്ന് പറഞ്ഞാൽ സദാ മംഗളരൂപി ആയിരിക്കുന്നവൻ. ഇനി അടുത്തതോ ശങ്കരൻ. ഈ മംഗളരൂപിയായ ശിവൻ എന്ത് ചെയ്യുമ്പോൾ മംഗളത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ തന്റെ ഭക്തജനങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് ശങ്കരൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭഗവാന്റെ 3 ഭാവങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് അമ്പയോടൊപ്പം സദാസമയവും കാണുന്നു, അമ്പയെ പിരിയാതെ അർദ്ധനാരീശ്വരനായിട്ട് കാണുന്നു. ഒന്ന് ശൈവമായിട്ട്, അതായത് എന്ത് ചെയ്യുകയാണ്? എല്ലാ മംഗളങ്ങളും തന്നെ സ്വരൂപിച്ചുകൊണ്ട് പ്രകാശിതമായി നിൽക്കുന്നു. മറ്റൊന്ന് ഈ മംഗളങ്ങൾ, ഐശ്വര്യങ്ങള് ഇതൊക്കെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഭാവമാണ്. 3 ഭാവങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാമ്യവരപ്രദ കോമളലിംഗം.
കാമ്യ വരപ്രദ കോമളലിംഗം. അപ്പം വരങ്ങൾ, ഭക്തന്മാര് വരങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് അത് നൽകുക. അസുരന്മാർക്കും കുറെ വരങ്ങളൊക്കെ നൽകിയതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ എങ്ങനെ, അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കാമ്യവരപ്രദ കോമള ലിംഗം എന്ന് പറയുന്നത്. വരം കൊടുത്തതിന്റെ ഒരു ഉദാഹരണം കുറെ ഉണ്ട്, എങ്കിലും ഒരു ഉദാഹരണം പറയാം. ഇവിടെ പത്മാസുരന് വരം കൊടുത്ത ഭഗവാൻ അല്ലെ, പത്മാസുരന് വരം കൊടുത്തത് എന്താണ്? പത്മാസുരൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മാസുരൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഞാൻ തൊടുന്നതെല്ലാം എന്താകണം? ഭസ്മമായി പോകണം. എന്തൊരു വരവല്ലേ! എത്ര അസുരന്മാരുടെ എത്ര ദുഷ്ടതയാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ, എനിക്ക് വേണ്ടുന്ന വരം ഇതാണ്, എന്റെ ചൂണ്ടുവിരൽ കൊണ്ട് തൊടുന്നതെല്ലാം ഭസ്മമായി പോകണം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഭഗവാന് കൊടുക്കാം, ഭക്തന് വരം കൊടുക്കാമെന്ന് പറഞ്ഞ് വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയാറില്ലേ സാധാരണ, ഓണം വരാൻ ഒരു മൂലം വേണം. മറ്റൊരു സംഭവം ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്, അതിന് ഉള്ള മൂല കാരണമായിട്ടാണിത് വരുന്നത്. അപ്പൊ അവന് പത്മാസുരന് ആ വരം കൊടുത്തു. വരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നമുക്കും ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസ, അയാൾക്ക് ഈ തന്നിരിക്കുന്ന വരം ഫലിക്കുമോ? ഭഗവാൻ എന്നെ വെറുതെ തൊടുന്നതെല്ലാം ഭസ്മമാക്കാനായിട്ടുള്ള വരം എനിക്ക് തന്നിട്ടുണ്ടോ? അത് വെറുതെ ആണോ? എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ? ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ചൂണ്ടുവിരലും ചൂണ്ടിക്കൊണ്ട് പത്മാസുരൻ ഭഗവാന്റെ നേരെ തന്നെ പായുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഓടി 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 രക്ഷപ്പെടുകയാണ്. കാര്യം എന്ത് ചെയ്യണം? ഇത് തൊട്ട് കഴിഞ്ഞാൽ ഭഗവാനും ഭസ്മമാകും. അതുകൊണ്ട് ആ ഭസ്മമാകാതിരിക്കാൻ, കാലത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഭഗവാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇവന്റെ ചൂണ്ടുവിരലിന് ഇരയാകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഓടുകയാണ്. ഓടി 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 ചെന്ന് ഇവർക്കറിയരുതോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്? ത്രിമൂർത്തികൾക്ക് അറിയരുതോ? അപ്പൊ ഓടി 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 ചെന്നപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നു? മോഹിനിയുടെ രൂപത്തില് ആര് നിൽക്കുന്നു? മഹാവിഷ്ണു നിൽക്കുന്നു. മോഹിനിയുടെ രൂപത്തിൽ മഹാവിഷ്ണു. മോഹിനി, ആ വാക്കിന്റെ അർത്ഥം തന്നെ മോഹിപ്പിക്കുന്നവൾ എന്നാണ്. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന സൗന്ദര്യത്തോടു കൂടിയ മോഹിനി ഇങ്ങനെ ശൃംഗാരപരവശയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശിവനെ തൊടാൻ വന്ന പത്മാസുരൻ എന്ത് ചെയ്തു? ഈ സ്ത്രീയുടെ രൂപം കണ്ട് അവിടെ അങ്ങ് നിന്നുപോയി. അവളെ വിവാഹം കഴിക്കാനുള്ള അഭ്യർത്ഥന നടത്തുമ്പോൾ മോഹിനി ആവശ്യപ്പെടുന്നു, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം, പക്ഷേ അത് സത്യം ചെയ്യണം, എന്നാണ് നിന്നാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ സത്യം ചെയ്യണം. ആദ്യത്തെ മാത്രം നമുക്ക് നോക്കിയാൽ മതി അല്ലെ, നിന്നാണെന്ന് പറയാനായിട്ട് ആള് കാണില്ലല്ലോ. അപ്പൊ അങ്ങനെ സത്യം ചെയ്യുകയാണെങ്കിൽ ഞാന് നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതം, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഓർക്കാതെ ഈ സ്ത്രീ സൗന്ദര്യത്തിൽ ലയിച്ച് സർവ്വതും മതിമറന്ന് തനിക്ക് കിട്ടിയ വരം പോലും മറന്ന് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പോലും മറന്നിട്ട് സൗന്ദര്യത്തിൽ അങ്ങ് ലയിച്ചു പോയയാള് തന്നെ തന്നെ മറന്നുകൊണ്ട് ആ വിരല് തന്റെ നെഞ്ചിലേക്ക് ചേർക്കുകയാണ്. എന്നാണ് സാധാരണ ചിലര് പറയും, എന്നാണ് നീ ഇങ്ങനെ തലയിലല്ലേ തൊട്ടതെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ആണയിടുമ്പോ എന്നാണ് ഇങ്ങനെ നെഞ്ചത്താണ് തൊട്ട് സത്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എന്നാണ് എന്ന് തൊടുകയും എന്താ ചൂണ്ടുവിരൽ കൊണ്ട് പത്മാസുരൻ ഭസ്മമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വരം എന്തെങ്കിലും ഒന്നും അറിയാതെ കൊടുത്തു പോകുന്ന ത്രിമൂർത്തികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് അതിന് അപ്പുറമായിട്ട് ഒരു സംഭവം നടക്കാനുണ്ട്, ഞാനത് കൊടുത്താലേ പറ്റൂ എന്ന് അറിയാവുന്നത് കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മളെ പോലുള്ളവർ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നോക്കി നിന്നേക്കരുത്. അപ്പൊ ഇവിടെ എന്താണ്? കാമ്യവരപ്രദ കോമളലിംഗം. അതായത് നമുക്ക് അഭിമാനിക്കാൻ, നമുക്ക് കാമിക്കാവുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കാവുന്ന, നമുക്ക് ഉചിതമായിട്ടുള്ള മാത്രം വരങ്ങളെ നമ്മൾ ആവശ്യപ്പെടാവുള്ളൂ. പ്രാർത്ഥനയിൽ നമ്മൾ അത് തന്നെ പ്രത്യേകമായിട്ട് ഭഗവാനിൽ ലയിക്കുന്നതിനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. ഭഗവാൻ അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കണ്ണുമടച്ച്, ഭഗവാന്റെ വിഗ്രഹം കാണുന്നതിന് മുമ്പേ കണ്ണടഞ്ഞു പോകും. കണ്ണുമടച്ച്, പക്ഷെ അങ്ങനെ കണ്ണടയുന്നത് കൊള്ളാം, ഭഗവാന്റെ വിഗ്രഹം കണ്ടതിന് ശേഷം അത് തന്റെ ഹൃദയത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം കണ്ണടയ്ക്കാൻ. എന്നിട്ട് ആ മനസ്സില് കുടികൊള്ളുന്ന ഭഗവാനോട് വേണം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ. അപ്പൊ അങ്ങനെ ആവശ്യങ്ങള് നമുക്ക് സാധിക്കുന്ന, നമ്മളെ കൊണ്ടും കഴിയുന്ന, നമുക്ക് എന്തുമാത്രം ആകാം, നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാതെയുള്ള വരങ്ങൾ അത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന വരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രദാനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. പിന്നെ സാമ്യവിഹീന സുമാനസ
ലിംഗം. എന്താണ്? സാമ്യവിഹീന സുമാനസലിംഗം. ഒന്നിനോടും സാമ്യം ചെയ്യാൻ പറ്റാത്ത ഭഗവാന്റെ ഐശ്വര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു സദാശിവനായിരിക്കുന്ന ഭഗവാന്റെ ഐശ്വര്യത്തെ നമുക്ക് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ എന്ത് ചെയ്യണം? സാമ്യ വിഹീനമായിട്ടുള്ള, അതായത് സുമാനസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ത്രിഗുണാതീതമായിട്ടുള്ള ആ ഗുണമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെയുള്ള ആ ത്രിഗുണാതീതമായിട്ടുള്ള ലിംഗം. അത് നമുക്കൊന്നും പറ്റുന്നല്ല, ഭഗവാന് മാത്രമായിട്ടുള്ളത് ആണ്. അതുകൊണ്ടാണ് ആ ത്രിഗുണാതീതമായിട്ടുള്ള സുമനസായതുകൊണ്ടാണ് ഇത് എന്ത് പറഞ്ഞിരിക്കുന്നത്? സാമ്യവിഹീനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ചിദംബരനാഥൻ, ചിദംബര ലിംഗം നമ്മളെ മൃദുവായി സംരക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ് അടുത്ത ആ ലൈന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ശിവഭഗവാന്റെ 3 രൂപങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കേണ്ടതില്ല. അടുത്തത് 5ാമത്തെ ശ്ലോകം. കലിമല കാനന പാവകലിംഗം സലില തരംഗ വിഭൂഷണലിംഗം ഫലിത പദംഗ പ്രദീപകലിംഗം തൻമൃദു പാതു ചിദംബരലിംഗം. എന്താണ്? കലിമല കാനന പാവക ലിംഗം. നമ്മളുടെ എല്ലാം ഉള്ളിൽ നമുക്ക് ഒരു വിപരീതമായ അനുഭവം ഉണ്ടാകുന്നത് ഇന്നത്തെ ഈ കലികാലം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തന്നെ പ്രഭവം കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എത്ര നികൃഷ്ടമായ സംഭവങ്ങളാണ് നമ്മുടെ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഇതുപോലുള്ള ഒരു വിവരവുമില്ലാത്ത, കലി ബാധിച്ചു കഴിയുമ്പോൾ താൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാതെ വരുന്നു. താൻ എന്താണെന്ന് മനസ്സിലാക്കാൻ, എനിക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാതെ വരുന്നു. അങ്ങനെ ആ കലിമലത്തെ ഒരു വൻകാടായിട്ടാണ് ഇതിനകത്ത് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. വൻകാടിന്റെ പ്രത്യേകത എന്താണ്? ഉള്ളു മുഴുവനും ഇരുട്ടാണ്. കൊടുങ്കാട് എന്ന് പറഞ്ഞ കാട്, കൊടുങ്കാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കൊടുങ്കാടിനകത്ത് ഇരുട്ടാണ്. ആ ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ തിന്മയാണ്. ആ ഇരുട്ടിൽ ആ കൊടുങ്കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ ഈ കാടിന്റെ എങ്ങോട്ട് ചെന്നാൽ നമുക്ക് പ്രകാശമുള്ളിടത്തേക്ക് ചെല്ലാം. ഞാൻ എങ്ങോട്ട് പോകണം, എന്റെ നിത്യതാണ്, എന്റെ ലക്ഷ്യം എന്താണ്, ഇതൊന്നും മനസ്സിലാകാതെ അകപ്പെട്ടു പോകുന്ന, ആ കറുപ്പിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയെ, ആ കലിമലത്തെ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ അഗ്നിക്കിരയാക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രം നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ അതിനെ ഇല്ലാതാക്കുന്ന കലിമല കാനന പാവകലിംഗം. ഈ അഗ്നിക്കുള്ളൊരു പ്രത്യേകത എന്താണ്? അതിനകത്തേക്കിട്ട് ഈ നമ്മൾ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ ഒരു അശുദ്ധിയും ഉണ്ടാകാത്ത ഒരു വസ്തു അഗ്നിയാണ്. അതിനെ മലിനമാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ തീ കൂട്ടിയിട്ട് അതിനകത്തോട്ട് എന്തെല്ലാം വേസ്റ്റുകളുണ്ടോ അതെല്ലാം ഇടുക. ഇട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യും? ആദ്യം കുറച്ച് സമയം പുകഞ്ഞിട്ട് നല്ല രീതിയിൽ അതിനെ ഭസ്മീകരിക്കുകയാണ്, കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കലിമലത്തെയും ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് കലി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ട്. ആ ജ്ഞാനം നമുക്ക് നൽകി നമ്മുടെ ഉള്ളിലെ കലിമലത്തെ നശിപ്പിച്ച് കളയുന്നു. അപ്പൊ ആ ഒരിക്കലും ഒരു കാരണവശാലും ഒരു മാലിന്യവും സംഭവിക്കാത്ത ആ അഗ്നി സ്വരൂപമാണ് യഥാർത്ഥത്തിൽ ചിദംബര ലിംഗം എന്ന് പറയുന്നത്. സലില തരംഗ വിഭൂഷണ ലിംഗം. സലില തരംഗ വിഭൂഷണ ലിംഗം, അതായത് നദിയും നദിയിലെ ജലവും നുരയും പതയുമെല്ലാം അലങ്കാരമായിട്ട് കണക്കാക്കിയിരിക്കുന്ന ആളുകള്. ഭഗീരഥന്റെ കഥ നമുക്കറിയാം. ഭൂമി ജലമില്ലാതെ, മഴയുമില്ല, ജലമൊന്നും ഇല്ലാതെ ആകപ്പാടെ ചുട്ടുപഴുത്ത സമയത്ത് ശിവഭഗവാനെ തപസ് ചെയ്തിട്ട് ഗംഗാ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള അനുവാദം കിട്ടുന്നു. അങ്ങനെ സ്വർഗീയ സുഖം അനുഭവിച്ചു കൊണ്ടിരുന്ന ഗംഗയ്ക്ക് ഭൂമിയിലേക്ക് വന്ന് നരക ജീവിതം അനുഭവിക്കാനായിട്ട് താല്പര്യമുണ്ടോ?
ഇല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ആ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ, താഴേക്ക് ഏറ്റവും ഉത്തംഗ ആയിട്ടുള്ള സ്ഥാനത്ത് നിന്നിരുന്ന ആളിനെ താഴേക്ക് ഇറക്കി വിടുമ്പോൾ അതിലുള്ള കലി കൊണ്ട് ഭയങ്കര ശക്തിയോടുകൂടി മണ്ണിനെയൊക്കെ തകർത്തൊലിപ്പിച്ചു പോകുന്ന ശക്തിയോടുകൂടിയാണ് ഗംഗ ഭൂമിയിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത്. എന്നാൽ ഈ ശക്തി കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ആ ഗംഗയെ തന്റെ ജടയിലേക്ക് വഹിക്കുന്നു. ആ ജടയിൽ നിന്ന് പിന്നെ ശക്തി കുറച്ചിട്ടാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അതിനെ ഒഴുക്കുന്നത്. അപ്പൊ ആ നദിയും ഭഗവാനാണ്. നദിയിൽ നിന്നുണ്ടാകുന്ന ആ തിരയും ആ നദിയിൽ നിന്നുണ്ടാകുന്നതും സത്തും അതിന്റെ ഒരു ഭാവവും, അതാണ് സത്ത് എന്ന് പറയുന്ന നദി അല്ലെങ്കിൽ ജലം, പിന്നെ അതിന്റെ ഭാവമാണ് തിര. ഇതെല്ലാം അലങ്കാരം, ശിവഭഗവാന്റെ വെറും അലങ്കാരങ്ങൾ. എത്ര ശൗര്യത്തെ വന്ന ആളാണ് അല്ലെ, അതിനെയൊക്കെ ശമിപ്പിച്ചിട്ട് അത് തന്റെ അലങ്കാരമാക്കിയ ആ ശിവഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫലിത പതംഗ പ്രദീപകലിംഗം. ഫലിത പതംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചില അടയാളങ്ങളൊക്കെ കിട്ടും അല്ലെ. എന്താ ചെയ്യുന്ന? തലമുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നരച്ച പതംഗൻ, പതംഗൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. എന്താ സൂര്യൻ നരച്ചിരിക്കുന്നത്? സൂര്യൻ അങ്ങനെ നരവല്ലോ ഉണ്ടോ? ഉണ്ടല്ലോ. എപ്പോഴാണ് സൂര്യൻ നരയ്ക്കുന്നത്? അസ്തമയ സൂര്യനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ അസ്തമയ സൂര്യനും ഇത്ര പ്രകാശം കൊടുക്കുന്ന ആ സമയത്ത് ഈ പുകപടലങ്ങളൊന്നുമില്ലാതെ കത്തുന്ന ആ തീയുടെ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കളറാണ് എന്ത് ചെയ്യുന്നത്? ആ പതംഗന് കൊടുത്തിട്ട് അതിനെ ശോഭിപ്പിക്കുന്നത്. അസ്തമയ സൂര്യൻ കാണാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല അല്ലെ. ആ ശോഭ എന്തിനു കൊടുക്കുന്നു? അസ്തമയ സൂര്യന് നൽകുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാണ് ആ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. അഷ്ടതനു പ്രതിഭാസുരലിംഗം വിഷ്ടപനാഥ വിഘസ്വരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തൻഹൃദുപാദു ചിദംബരലിംഗം. അഷ്ടതനു പ്രതിഭാസുരലിംഗം. അഷ്ടതനു പ്രതിഭാസുരലിംഗം. അഷ്ടതനുക്കൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും സൂര്യൻ, ചന്ദ്രൻ, ഹോതാവ് ഇത് ചേരുന്ന അഷ്ടതനു ആയോടുകൂടി പ്രതിഭാസുരമായിരിക്കുന്ന വളരെ ശോഭിച്ചു നിൽക്കുന്ന ആ ലിംഗം. വിഷ്ടപനാഥ വികസ്വര ലിംഗം. വിഷ്ടപൻ എന്ന് പറഞ്ഞാല് ലോകമെന്നാണ്. ലോകനാഥനായിട്ട് ഇപ്പോഴും വർത്തിച്ചു, അതായത് നമ്മുടെ ഭൂമി പ്രപഞ്ചം അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന് മുഴുവനും അഭിവൃദ്ധി പകർന്നുകൊണ്ടിരിക്കുന്ന, ഐശ്വര്യം പകർന്നുകൊണ്ടിരിക്കുന്ന ആ നാഥൻ ശിവ ഭഗവാൻ. ശിഷ്ടജനാവന ശീലിത, ശിഷ്ടജനങ്ങളെ അവനം ചെയ്യുന്ന ശീലത്തോടു കൂടിയവൻ, ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്ന ഭാവത്തോട് കൂടിയവൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പൊ ശിഷ്ടജനങ്ങളെ പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ലിംഗം. അങ്ങനെയുള്ള ശിവലിംഗം നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ വളരെ ചുരുക്കുകയാണ്, കുറച്ച് നേരമായെന്ന് തോന്നുന്നു. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അന്തകമർദ്ദന ബന്ധുരലിംഗം കൃന്ദിത കാമകളേബരലിംഗം ജന്തുഹൃദി സ്ഥിത ജീവകലിംഗം തൻഹൃദുപാദു ചിദംബരലിംഗം. ഇതിൽ പലതും നമുക്ക് കടന്നു പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും. അന്തകമർദ്ദന ബന്ധുരലിംഗം. നമ്മൾ കണ്ടല്ലോ അന്തകനെ മർദ്ദിച്ചത്. അതും അപ്പോഴ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ മുഖം പ്രകാശപൂരിതമായിരിക്കില്ല. ഉള്ള ദുഷ്ടെല്ലാം കൂടെ നാണിങ്ങനെ നിൽക്കുന്ന ക്രൂരഭാവമായിരിക്കും. പക്ഷേ ഇത് അന്തകൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നശിപ്പിക്കുന്നവെന്നാണ് അർത്ഥം. ഈ അന്തകനെ വീണ്ടും കൊല്ലുകയാണ്.
നമ്മൾ കണ്ടതാണത് അല്ലെ. അപ്പൊ ഈ അന്ധകനെ നശിപ്പിക്കുന്ന ആ ബന്ധുരമായിട്ടുള്ള, അതുകൊണ്ടാണ് മറ്റ് തന്റെ ഭക്തജനങ്ങൾക്കാണേലും ബാക്കി പ്രപഞ്ചത്തിൽ ഏതിനും ആയിക്കോട്ടെ അതിനൊക്കെ നാശം വരുത്തുന്ന കാലനെ ഇല്ലാതാക്കുന്ന സമയത്തും ഭഗവാന്റെ ആ ലിംഗം എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ ആ സ്വരൂപം എന്ന് പറയുന്നത് വളരെ ശോഭിതമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെയോ കൃന്തിത കാമ കളയബരലിംഗം, കാമദേവന്റെ ശരീരത്തെ മുറിച്ചു കളഞ്ഞ, ദഹിപ്പിച്ചു കളഞ്ഞ കഥയും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ആ കൃന്തിത കാമ കളയബര ലിംഗം, പിന്നെയോ ഇങ്ങനെ ഇതിന് ഇവിടെ നമുക്കൊരു എന്താ സാമ്യം പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഒന്നാമത്തെ ലൈനില് കാലത്തെയും രണ്ടാമത്തേതില് കാമത്തെയും ദഹിപ്പിച്ചു കളയുകയാണ്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? അന്തകനെ മർദ്ദിച്ച് ഇല്ലാതാക്കുന്നു, കാലനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാലത്തെ, കാലം എന്ന് പറയുന്നത് കാലത്തിന്റെ പ്രതീകമായിട്ട് വരും. മനോഹരമായ കാമദേവനെ ചുട്ടു നശിപ്പിക്കുന്നു. ഇത് രണ്ടും നശീകരണ സ്വഭാവം കാണിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ലൈനിൽ നേരെ തിരിച്ചാണ്. എന്താണ് അവിടെ പറയുന്നത്? ജന്തു ഹൃദയസ്ഥിത ജീവകലിംഗം, ജന്തുക്കളുടെ എല്ലാ ഹൃദയത്തിൽ അവർക്ക് ജീവതാളം നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെ ചേതന നൽകിക്കൊണ്ടിരിക്കുന്ന, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലിംഗം. അത്ര വിപരീതമായിട്ടുള്ളതാണ്. രണ്ടിടത്ത് കൊല്ലുന്നു, മറ്റുള്ള ജീവികളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഏത് രൂപവും ഇപ്പൊ ഓരോ ഇതിലുണ്ട്, ഏത് രൂപത്തിൽ നിന്നെ നിനക്കുണ്ടോ അതൊക്കെ ഓർക്കുക. അപ്പൊ അങ്ങനെ ഏത് രൂപത്തിലാണ് ഭഗവാന് അവിടെ ഞങ്ങള് ചിന്തിക്കേണ്ടത്, അവിടുത്തെ ഞങ്ങള് സ്മരിക്കേണ്ടത്. ഈ രണ്ട് വിരോധാഭാസം പോലെ, ഒന്നിനെ നശിപ്പിക്കുമ്പോൾ സന്തോഷമുള്ള രൂപത്തോടു കൂടി നിൽക്കുന്നു, എന്നാൽ രണ്ടെണ്ണത്തിന് അവിടെ വരുന്നു. എന്നാൽ മൂന്നാമത്തെ ഭാവം പറയുന്നതോ ഭക്തരുടെ ഹൃദയത്തില് അവർക്ക് അവരുടെ ജീവ ചൈതന്യമായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ മൂന്ന് സ്വഭാവമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ചിദംബരലിംഗം നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ എന്നാണ് ആ ലൈനിലെ അർത്ഥം. നമുക്കിനി 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ ചിദംബര അഷ്ടകം എന്നാണ് പറയുന്നത്. ആ 8ാമത്തെ ശ്ലോകം ഇത് കഴിയുമ്പോഴത്തേക്ക് കൃതി തീരുകയാണ്. അപ്പൊ പുഷ്ടധീയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപഠന്തി അഷ്ടകമേതദവാങ്മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. എന്നത് പറയുന്ന പുഷ്ടധിയസ് ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാ അനുപഠന്തി അഷ്ടകം ഏതത് അവാങ്മനസീയം അഷ്ടധനും പ്രതി യാന്തി നരാസ്തേ. ഇപ്പൊ എന്താ ഇപ്പം ഇത്രയും പറഞ്ഞ നമ്മൾ ഈ 7 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന ഏതൊരു ഭക്തനും അഷ്ടധനുവില് ലയിച്ചു ചേരും എന്നാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ പുഷ്ടധീയസ് ചിദംബര ലിംഗം, പുഷ്ടധീയസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ധീ, ബുദ്ധി എന്നുള്ള ഇതാണ്. ആ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ധീയോട് കൂടിയ, അത്രയും നമ്മൾ മുമ്പേ പറഞ്ഞെടുത്തോളവും കഴിവുകളുള്ള ആ ബുദ്ധിയോട് കൂടിയ ചിദംബരലിംഗം. അതുപോലെ ഇതം ദൃഷ്ടം, ദൃഷ്ടമിതം, ഇതം ദൃഷ്ടം എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള രൂപം കണ്ടുകൊണ്ട്, ഭഗവാന്റെ ഈ പറഞ്ഞ രൂപം കണ്ടുകൊണ്ട് ശിവഭഗവാനെ ഭജിക്കുന്ന ഏതൊരു ഭക്തനും നമ്മുടെ മനസ്സിനോ കണ്ണിനോ ഗോചരമല്ലാത്ത, അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ കാണാൻ പറ്റാത്ത ആ അഷ്ടധനുവിൽ, അഷ്ടധനു എന്ന് പറയുന്നത് ശിവനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ. അപ്പൊ അങ്ങനെ ആ അഷ്ടധനുവോട് കൂടിയ ആ ശിവഭഗവാനിൽ ലയിച്ചു ചേരും. നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്ന ഒരു പരമഭക്തന്റെ ആഗ്രഹം ശിവഭഗവാൻ നിറവേറ്റിത്തരും എന്നുള്ളതാണ്
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാനെ അറിഞ്ഞ്, അല്ലെങ്കിൽ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സർപ്പിച്ചിട്ട് നമ്മുടെ ഭാവങ്ങൾ ബാക്കിയുള്ളതെല്ലാം മാറ്റി മനസ്സർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ വിളി കേൾക്കാതിരിക്കില്ല. എന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മുന്നേറി വന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ഭജിക്കുന്ന ഭഗവാന് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഭഗവാനിലേക്ക് അവസാനം നമുക്ക് ജ്ഞാനമുണ്ടാകും. ആ തൃക്കണ്ണിന്റെ കാര്യം പറഞ്ഞ വെറുതെ ഒരു കണ്ണല്ല, ജ്ഞാനദൃഷ്ടിയാണത്. അത് എന്ന് നമുക്ക് അതിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് നൽകി നമ്മളെയും ഉയർത്തി ഭഗവാനിൽ തന്നെ ലയിപ്പിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ഭക്തനും എന്ത് ചെയ്യുകയാണ്? ഭഗവാനെ അറിഞ്ഞു ഭജിക്കുക. മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാകുന്ന മതമാത്സര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സാധിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുന്ന ഭക്തൻ ഒരിക്കലും ഒരു നാശം ഉണ്ടാകില്ല. ദൃഷ്ടിക്കോ മനസ്സിനോ കാണാൻ പറ്റാത്ത ആ അഷ്ടതനുവിൽ ചെന്ന് നമുക്ക് ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്രയും സമയം ഇവിടെ ഈ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ഉള്ള അവസരം തന്ന സൈബർ സേനയ്ക്ക്, കോട്ടയം യൂണിയന്റെ ഭാരവാഹികൾക്കും, ഞങ്ങളെ ഇതിനെ പ്രാപ്തരാക്കിയ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ശ്രീ AB പ്രസാദ് കുമാർ സാറാണ്. ആ പ്രസാദ് കുമാർ സാറിനും ഞങ്ങളുടെ മറ്റുള്ള എല്ലാ നന്മകളും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിന്റെ അണിയറ ശില്പികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.